ഹായ് ഗൈസ്, വെൽക്കം ടു വീല്. ചിന്താശേഷി രൂപം കൊണ്ട കാലം മുതൽ തന്നെ ഈ പ്രപഞ്ചത്തിൽ നമുക്ക് ചുറ്റും നടക്കുന്ന എല്ലാത്തിനെയും മനുഷ്യൻ കൂടുതലായി പഠിക്കുവാനായി ആരംഭിച്ചു. അങ്ങനെ അനേകം നൂറ്റാണ്ടുകളായി നടന്ന ഈ അന്വേഷണത്തിൻ്റെയും പഠനത്തിൻ്റെയും ഫലമായി ശാസ്ത്രലോകം പിറവിയെടുക്കുകയും ചെയ്തു. കാലാകാലങ്ങളായി നമുക്ക് ഉത്തരം ലഭിക്കാതിരുന്ന അനേകം ചോദ്യങ്ങൾക്ക് നമ്മൾ ഉത്തരം കണ്ടെത്തുകയും ചെയ്തു. പക്ഷെ അങ്ങനെയാണെങ്കിലും ശാസ്ത്രം ഇത്രയും വളർന്നിട്ടും മനുഷ്യൻ ഏറ്റവും അടുത്തറിയുവാൻ ആഗ്രഹിക്കുന്ന പല ചോദ്യങ്ങൾക്കു മുമ്പിൽ ശാസ്ത്രലോകത്തിന് വ്യക്തമായ ഉത്തരങ്ങൾ നൽകുവാനായി ഇതുവരെ സാധിച്ചിട്ടില്ല. അങ്ങനെയുള്ള ചില പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ ഏതൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം. നിലവിൽ നമുക്ക് ലഭിച്ചിട്ടുള്ള വിവിധ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ നമ്മുടെ പ്രപഞ്ചം രൂപം കൊണ്ടുവന്നിട്ടുള്ളത് ബിഗ് ബാങ് അഥവാ മഹാവിസ്ഫോടനത്തെ തുടർന്നിട്ടാണ്. അതിനുശേഷം നടന്ന സംഭവ വികാസങ്ങൾ വളരെ ചുരുങ്ങിയ തോതിലാണെങ്കിലും അനേകം തെളിവുകൾ നിരത്തി നമുക്ക് വിശദീകരിക്കുവാനായി സാധിക്കും. പക്ഷേ ഈ ബിഗ് ബാങ് അഥവാ മഹാവിസ്ഫോടനം നടക്കുന്നതിന് മുൻപെന്തായിരുന്നു എന്നുള്ള ചോദ്യം വന്നു കഴിഞ്ഞാൽ ശാസ്ത്രലോകത്തിന് യാതൊരു വ്യക്തമായ ഉത്തരവും നൽകുവാനായി സാധിക്കുകയില്ല. പലപ്പോഴും ഈ ചോദ്യത്തിനുള്ള ഉത്തരമായി നമുക്ക് ലഭിക്കുക ബിഗ് ബാങ്ങിന് മുൻപ് ഒന്നുമില്ലായിരുന്നു, ശൂന്യമായിരുന്നു എന്ന ഉത്തരമായിരിക്കും. അതൊരു പരിധിവരെ ശരിയാണ്. നമ്മൾ ഇന്ന് കാണുന്ന അല്ലെങ്കിൽ നമ്മൾ ജീവിക്കുന്ന സ്പേസും ടൈമും ഈ കാണുന്ന പ്രപഞ്ചവും എല്ലാം രൂപം കൊണ്ടുവന്നത് ബിഗ് ബാങ്ങിനെ തുടർന്നിട്ടാണ്. പക്ഷേ അവിടെയും പിന്നെയും ഒരു കുഴപ്പം ബാക്കിയായി വരും. എല്ലാത്തിൻ്റെയും തുടക്കം ബിഗ് ബാങ് എന്ന സിംഗുലാരിറ്റിയിൽ നിന്നുമാണെങ്കിൽ ഈ സിംഗുലാരിറ്റി അവിടെ രൂപം കൊണ്ടത് എവിടെ നിന്നുമായിരുന്നു, അതിനു മുൻപ് എന്തായിരുന്നു എന്ന ചോദ്യത്തിന് വീണ്ടും വ്യക്തമായ ഒരു ഉത്തരമില്ലാതെ വരും. ശാസ്ത്രലോകം അവിടെ ഉത്തരമില്ലാതെ നിൽക്കുകയും ചെയ്യും. നമുക്കതിനായി പല ഹൈപ്പോതെസിസുകളും മറ്റും അനേകം നിലവിലുണ്ടെങ്കിലും ഇവയൊന്നും തന്നെ തിയറികളായി തെളിവുകളുടെ അടിസ്ഥാനത്തിൽ നമുക്ക് മുന്നോട്ട് വന്നിട്ടില്ല. ഫിലോസഫിക്കലി നമ്മളിതിനെ കാണുകയാണെങ്കിൽ അനേകം ഉത്തരങ്ങളിലേക്ക് ഒരുപക്ഷെ നമുക്ക് ചെന്ന് എത്തുവാനായി സാധിക്കും. ഉദാഹരണത്തിന്, നമുക്ക് ചുറ്റും അനേകം കുട്ടികൾ ജനിക്കുന്നുണ്ട്. അതിൽ ജനിക്കുന്ന ഒരു കുട്ടിയെ വളരെ ഐസൊലേറ്റഡ് ആയ യാതൊരു വ്യക്തിയും ഇല്ലാത്ത ഒരു വനത്തിൽ കുറേ കാലം താമസിപ്പിക്കുകയാണ്. അങ്ങനെ ഒരു കുട്ടിക്ക് അവൻ്റെ പ്രപഞ്ചം അല്ലെങ്കിൽ അവൻ്റെ യൂണിവേഴ്സ്, അതിൻ്റെ ജനനം എന്ന് പറയുന്നത് അവൻ്റെ ജനനം തന്നെയാണ്. പക്ഷേ അവൻ്റെ കൺസെപ്റ്റിൽ അവൻ്റെ ജനനമാണ് അവൻ്റെ പ്രപഞ്ചത്തിൻ്റെ ജനനമെങ്കിലും അതിനു മുൻപ് ആ പ്രപഞ്ചം അവിടെ ഇല്ലായിരുന്നു എന്ന് പറയുവാനേ നമുക്ക് സാധിക്കുന്നു. പകരം അവന് അതിനെക്കുറിച്ച് അറിവില്ല എന്ന് പറയുന്നതാകില്ലേ കുറെ കൂടെ ശരി. അതുപോലെ തന്നെ നിങ്ങളൊന്ന് തിരിച്ചു ചിന്തിച്ചു നോക്കൂ. നമ്മൾ മനുഷ്യ ശരീരം എടുക്കുകയാണ്. മനുഷ്യ ശരീരത്തിൽ ബാക്ടീരിയ, വൈറസ് തുടങ്ങിയ സൂക്ഷ്മജീവികളുടെ ഒരു പ്രപഞ്ചം തന്നെ രൂപം കൊണ്ടുവന്നിട്ടുണ്ട്. ആ പ്രപഞ്ചം അവിടെ രൂപം കൊണ്ടുവരുവാനിടയായ സാഹചര്യം എന്ന് പറയുന്നത് നമ്മുടെ ജനനമാണ്. അതുപോലെ തന്നെ ബിഗ് ബാങ് എന്ന് നമ്മൾ വിശേഷിപ്പിക്കുന്നത് മറ്റെന്തോ ഒന്നിൽ നിന്നും ഒരു വിത്ത് മുളച്ചു വരുന്നത് പോലെ, അത് ജീവനുള്ളതോ ജീവനില്ലാത്തതോ ആയ എന്തിൽ നിന്നോ ഒരു പ്രപഞ്ചം അവിടെ രൂപം കൊണ്ടുവന്നതാകാനുള്ള സാധ്യതയും തള്ളിക്കളയാനായി സാധിക്കുമോ? നമ്മളിപ്പോൾ ബാക്ടീരിയ, വൈറസ് പോലുള്ള സൂക്ഷ്മജീവികളെ നിരീക്ഷിക്കുന്ന സമയം അവയ്ക്കറിയാമോ നമ്മൾ അവയെ നിരീക്ഷിക്കുന്നുണ്ടെന്ന്? അതുപോലെ തന്നെ ഒരു ഗോഡ് ലൈക്ക് ക്രീച്ചേഴ്സ് ആയിട്ടുള്ള മറ്റേതെങ്കിലും ഉന്നത ജീവജാലങ്ങൾ നമ്മളെയും നിരീക്ഷിക്കുന്നില്ല എന്നും നമുക്ക് പറയുവാനായിട്ട് സാധിക്കുമോ? അങ്ങനെ എന്തു തന്നെയായാലും നമ്മുടെ പ്രപഞ്ചം ബിഗ് ബാങ്ങിന് മുൻപ് എന്തായിരുന്നെന്നോ എവിടെ നിന്നാണ് ഈ പ്രപഞ്ചം രൂപം കൊണ്ടുവന്നത് എന്നുള്ളതിനോ ശാസ്ത്രലോകത്തിന് വ്യക്തമായ ഒരു ഉത്തരമില്ല എന്നുള്ളത് തന്നെയാണ് യാഥാർത്ഥ്യം. അനേകം ഹൈപ്പോതെസിസുകൾ പറയുന്നത് പോലെ ചിലപ്പോൾ നമ്മൾ മറ്റേതെങ്കിലും ജീവജാലത്തിൻ്റെ തലച്ചോറിന് ഉള്ളിൽ ജീവിക്കുന്ന ഏതെങ്കിലുമൊക്കെ മറ്റു ചില പ്രപഞ്ചത്തിൻ്റെ ബാക്കി പത്രവുമായിരിക്കാനുള്ള സാധ്യതകളും തള്ളിക്കളയാനായിട്ട് ആകുകയില്ല. രണ്ടാമതായി, ശാസ്ത്രലോകത്തെ എന്നും കുഴപ്പത്തിലാക്കുന്ന ചോദ്യങ്ങളിലൊന്നാണ് ഈ പ്രപഞ്ചത്തിൽ മറ്റെവിടെയെങ്കിലും ജീവൻ ഉണ്ടായിരിക്കുമോ? എന്തുകൊണ്ട് അവയൊന്നും നമ്മളെ തേടി വരുന്നില്ല എന്നുള്ളത്. യഥാർത്ഥത്തിൽ നമുക്ക് ചിന്തിക്കുവാൻ സാധിക്കുന്നതിലും എത്രയോ അനേകം മടങ്ങ് വലുപ്പം നമ്മുടെ ഈ പ്രപഞ്ചത്തിനുണ്ട്. മനുഷ്യൻ നിർമ്മിച്ചിട്ടുള്ള ഏതൊരു ടെലിസ്കോപ്പും ഇനി വരുന്ന തലമുറ ഒരുപക്ഷെ നിർമ്മിക്കുവാൻ പോകുന്ന ആധുനിക ഉപകരണങ്ങൾ ഉപയോഗിച്ചു കഴിഞ്ഞാൽ കൂടെ ഭൂമിയെ കേന്ദ്രമാക്കി നമുക്ക് കാണുവാൻ സാധിക്കുന്ന പ്രപഞ്ചത്തിൻ്റെ ഭാഗത്തെയാണ് ഒബ്സർവബിൾ യൂണിവേഴ്സ് എന്ന് വിളിക്കുന്നത്. ഈ ഒബ്സർവബിൾ യൂണിവേഴ്സിൽ മാത്രമായി ഏകദേശം 2 ലക്ഷം കോടി ഗാലക്സികളുണ്ട്. ഇവയിൽ മൊത്തമായി ഏകദേശം
80 ലക്ഷം കോടി നക്ഷത്രങ്ങളും. 80 ലക്ഷം കോടിയല്ല, 80 ലക്ഷം കോടി നക്ഷത്രങ്ങൾ, അഥവാ 800 സെക്സ്റ്റില്യൺ നക്ഷത്രങ്ങൾ. ഇവ ഓരോ നക്ഷത്രത്തിലുമാകട്ടെ അനേകം ഗ്രഹങ്ങളും. അങ്ങനെയുള്ള ഒബ്സർവബിൾ യൂണിവേഴ്സിലെ വെറും ഒരു ഗാലക്സിയായ മിൽക്കി വേയിലെ നക്ഷത്രങ്ങളും പ്ലാനറ്റുകൾ പോലും പൂർണ്ണമായി പഠനം നടത്തുവാനായി നമുക്ക് സാധിച്ചിട്ടില്ല. എന്തിന്, സൗരയൂഥത്തിലെ നമുക്ക് അടുത്ത് കിടക്കുന്ന ഗ്രഹങ്ങൾ പോലും പൂർണ്ണമായി പഠിക്കുവാനായി നമുക്ക് സാധിച്ചിട്ടില്ല. അങ്ങനെയുള്ളപ്പോൾ ഈ പ്രപഞ്ചത്തിൽ നമ്മളല്ലാതെ ജീവനുള്ള മറ്റൊരു ഗ്രഹമുണ്ടോ എന്ന് ചോദിച്ചാൽ ഇന്നും ശാസ്ത്രലോകത്തിന് വ്യക്തമായ ഒരു ഉത്തരമില്ല എന്നുള്ളത് തന്നെയാണ് യാഥാർത്ഥ്യം. മറിച്ച് നമ്മൾ അതിനുള്ള ഉത്തരം നൽകുവാനായി മാത്രം പ്രാപ്തരായില്ല എന്ന് പറയുന്നതാകും കുറെ കൂടെ ശരി. മാത്രവുമല്ല, നമുക്ക് കാണുവാൻ സാധിക്കുന്ന പ്രപഞ്ചത്തിൻ്റെ ഭാഗങ്ങളെ മാത്രമാണ് നമ്മൾ ഒബ്സർവബിൾ യൂണിവേഴ്സ് എന്ന് വിളിക്കുന്നത് എന്ന് ഞാൻ പറഞ്ഞിരുന്നു. നമുക്ക് കാണുവാൻ സാധിക്കാത്ത പ്രപഞ്ചത്തിൻ്റെ ഒബ്സർവബിൾ യൂണിവേഴ്സിനെക്കാളും 100 കണക്കിന് മടങ്ങ് വലുപ്പമുള്ള ബാക്കി ഭാഗങ്ങൾ പിന്നെയും അവിടെയുണ്ട്. അവിടെയൊന്നും ജീവനില്ല എന്ന് പറയുവാനായി നമുക്ക് ഒരിക്കലും സാധിക്കുകയില്ല. എന്നാൽ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തെളിവുമില്ല. മൂന്നാമതായി, എങ്ങനെയാണ് നമ്മുടെ ഭൂമിയിൽ ജീവൻ രൂപം കൊണ്ടത് എന്ന ചോദ്യത്തിനും ശാസ്ത്രലോകത്തിന് വ്യക്തമായ ഒരു ഉത്തരം നൽകുവാനായി സാധിച്ചിട്ടില്ല. 1953 നടന്ന മില്ലയൂറി എക്സ്പീരിമെൻറ്റിനെ അടിസ്ഥാനമാക്കി രൂപം കൊണ്ടുവന്നിട്ടുള്ള അബയോജെനസിസ് ആണെങ്കിലും, പിന്നീട് സമുദ്രങ്ങളിൽ ഹൈഡ്രോതെർമൽ വെന്റുകൾക്ക് സമീപം ജീവൻ രൂപം കൊണ്ടുവന്നു എന്ന് പറയുന്ന ഹൈഡ്രോതെർമൽ വെന്റ് തിയറി ആയാലും, ശേഷം രൂപം കൊണ്ടുവന്ന RNA വേൾഡ് ഹൈപ്പോത്തസിസ് ആണെങ്കിലും, എന്നോ ഏതോ കാലത്ത് ഭൂമിയിൽ വന്ന് പതിച്ച ആസ്ട്രോയിഡുകളിൽ നിന്നുമാണ് ജീവൻ രൂപം കൊണ്ടുവന്നത് എന്ന് പറയുന്ന പാസ്പെർമി ആയാലും, അതല്ല ദൈവം ഈ ഭൂമിയെ സൃഷ്ടിച്ചു അങ്ങനെ ജീവൻ രൂപം കൊണ്ടുവന്നു എന്ന് പറയുന്ന തിയറി ഓഫ് ഡിവൈൻ ഒറിജിൻ ആയാലും, ശാസ്ത്രലോകത്തിന് പിൻ പോയിന്റ് ചെയ്ത് പറയാൻ ഉത്തരമില്ല എന്നുള്ളത് തന്നെയാണ് യാഥാർത്ഥ്യം. അതിൽ തന്നെ ഏറ്റവും കൂടുതൽ പ്രചാരത്തിലുള്ളത് അബയോജെനസിസ് ആണെങ്കിൽ കൂടെ അതിനും അനേകം കുഴപ്പങ്ങളുണ്ട്. ജീവനില്ലാത്ത പദാർത്ഥങ്ങളിൽ നിന്നും പ്രകൃത്യാ നടന്ന കെമിക്കൽ പ്രോസസ്സ് വഴിയാണ് ജീവൻ രൂപം കൊണ്ടുവന്നത് എന്ന് പറയുമ്പോൾ കൂടെ DNA റെപ്ലിക്കേറ്റ് ചെയ്യണമെങ്കിൽ പ്രോട്ടീൻസ് വേണം. പ്രോട്ടീൻസ് ഉണ്ടാകുന്നതാകട്ടെ DNA ഇൻസ്ട്രക്ഷൻ അനുസരിച്ചും. അവിടെ കോഴിയാണോ ആദ്യമുണ്ടായത് അല്ലെങ്കിൽ കോഴി മുട്ടയാണോ ആദ്യമുണ്ടായത് എന്ന ചോദ്യത്തിലേക്ക് വരും. അതുപോലെ തന്നെ ഒരു ലാബിൽ അമിനോ ആസിഡ് ഉണ്ടാക്കുന്നത് പോലെ എളുപ്പമുള്ളൊരു പരിപാടിയല്ല ഫങ്ഷണൽ പ്രോട്ടീൻസിൻ്റെ രൂപകൽപ്പന. പ്രീബയോട്ടിക് ഭൂമിയിൽ റെപ്ലിക്കേറ്റ് ചെയ്യാൻ സാധിക്കുന്ന DNA RNA ചെയിനുകൾ എങ്ങനെ രൂപം കൊണ്ടുവന്നു എന്നുള്ള ചോദ്യത്തിനും ശാസ്ത്രലോകത്തിന് വ്യക്തമായ ഉത്തരങ്ങളില്ല എന്നുള്ളത് തന്നെയാണ് യാഥാർത്ഥ്യം. അങ്ങനെ നീണ്ടുപോകുന്ന അനേകം ചോദ്യങ്ങൾ പിന്നെയും ബാക്കിയായുണ്ട്. നമുക്കറിയാവുന്ന ഫിസിക്സിലെ നിയമങ്ങൾ ഈ പ്രപഞ്ചത്തിൽ എല്ലായിടത്തും ഒരുപോലെ വർക്ക് ചെയ്യുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശാസ്ത്രലോകത്തിന് വ്യക്തമായ ഉത്തരങ്ങളില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതുപോലെ എന്താണ് ഇല്യൂഷൻ, എന്താണ് കോൺഷ്യസ്നെസ്, അങ്ങനെയുള്ള ചോദ്യങ്ങൾ വരുമ്പോഴും ശാസ്ത്രലോകം നമുക്ക് വ്യക്തമായ ഉത്തരം തരുന്നില്ല എന്നുള്ളത് തന്നെയാണ് യാഥാർത്ഥ്യം. നമ്മുടെ ഈ പ്രപഞ്ചത്തിൻ്റെ 95% നിർമ്മിക്കപ്പെട്ടിരിക്കുന്നതും ഡാർക്ക് മാറ്ററും ഡാർക്ക് എനർജിയും കൊണ്ടാണ്. എന്താണ് ഈ ഡാർക്ക് മാറ്റർ, എന്താണ് ഈ ഡാർക്ക് എനർജി എന്ന ചോദ്യം ചോദിക്കപ്പെടുമ്പോഴും അവ എന്താണ് എന്നുള്ള ഉത്തരം നൽകുവാനായി നമ്മുടെ ശാസ്ത്രലോകത്തിന് സാധിക്കുകയില്ല എന്നുള്ളത് തന്നെയാണ് യാഥാർത്ഥ്യം. അങ്ങനെ ഈ രീതിയിൽ നീണ്ടുപോകുന്ന അനേകം ചോദ്യങ്ങൾ പിന്നെയും ബാക്കിയായുണ്ട്. അപ്പോൾ ഞാൻ ഈ വീഡിയോ കൺക്ലൂഡ് ചെയ്യുവാണ്. എന്തായാലും വീഡിയോ കൺക്ലൂഡ് ചെയ്യുന്നതിന് മുമ്പ് നമ്മുടേത് വളരെ ചെറിയൊരു ചാനലാണ്. നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകുവാനായിട്ട് സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്നോ, വീഡിയോയിൽ എന്തെങ്കിലുമൊക്കെ പോരായ്മകളുണ്ടെങ്കിൽ തീർച്ചയായും കമൻറ്റ് ചെയ്യണമെന്നും, മറ്റുവാണെങ്കിൽ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണമെന്നും ഞാൻ റിക്വസ്റ്റ് ചെയ്യണം. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിലൂടെ കാണാം. ടാറ്റാ, ബൈ ബൈ.